ഹലോ കൂട്ടുകാരെ, ഞാൻ ആട് മേയ്ക്കാൻ പോയതാ കേട്ടോ. ആടുകളിലൊക്കെ മേയിച്ചു. ആടുകളിലൊക്കെ മേയിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ. ഇവർ ഭയങ്കര കരച്ചിൽ. തൂത്തിരാണെങ്കിൽ നിലവിളിച്ച് ഒരു രക്ഷയില്ല. എന്തായാലും സാരില്ല. തൂത്തിരി ഒരു പാവാണ് കേട്ടോ. തൂത്തിരി പ്രസവിക്കാറായിട്ടുണ്ടേ. തൂത്തിരിൻ്റെ വയറ്റിൽ ഉണ്ണികളുണ്ട്. അവൾ പ്രസവിക്കാറായിട്ടുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രസവിച്ചാലും പാല്, പ്രസവിച്ചില്ലെങ്കിലും പാല്, ചേനയാലെങ്കിലും പാല്, ചേനയില്ലെങ്കിലും പാല്, ഏപ്പം നോക്കി പാലഭിഷേകത്തിൻ്റെ ആളാണ് തൂത്തിരി കേട്ടോ. തൂത്തിരാണെങ്കിൽ ഒരു ചേളിയാണ് കേട്ടോ. അത്ര വലിയ ആടൊന്നുമല്ല. തൂത്തിരിന് എപ്പോഴും പാലാണ്. കണ്ടില്ലേ, ഞാൻ ഇവിടെയൊക്കെ കളച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് പച്ചക്കറി നടണം. ഇത് ബോറോലടിച്ച മണ്ണിങ്ങനെ കിടക്കുകയാണ് കേട്ടോ വീടിൻ്റെ നാലുപുറം. അപ്പോൾ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ ശരവേശമാണ്. ബാബുസാർ വെള്ളം തന്നത് കാരണം നന്ദി. അപ്പോൾ വെള്ളം ഉള്ളത് കാരണം എനിക്ക് പച്ചക്കറി നടാനുള്ള പരിപാടിയാണ്. ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ആട്ടുംകാട്ടൊക്കെ കോരിയിട്ടിട്ടുണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ ഓരോരോ പണികൾ ചെയ്യാണ്. കോഴി കുഞ്ഞുങ്ങളൊക്കെ ഓടുകയാണ് പിന്നെ കണ്ടിട്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ആട്ടുംകുട്ടികൾ വലുതായി കേട്ടോ. വലുതായി, വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ പൊളച്ചിട്ട് ചവിട്ടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പൊളയിൽ ഞാൻ ചവിട്ടിക്കും. ഇനി വേഗം കൊണ്ട് കെട്ടട്ടെ. ഇനി എൻ്റെ ബാക്കിയുള്ള പണികൾ നോക്കട്ടെ. ആട് മേക്കലായിരുന്നു ഇത്ര നേരത്തെ പണി. എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ എൻ്റെ ആട്?